കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ കൃപാഭിഷേകത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് അച്ഛൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക കൃപ ഒഴുകട്ടെ. നമ്മൾ ഹൃദയം തുറന്ന് വചനം കേട്ട് പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരും തയ്യാറാകണം. ആത്മാവിൻ്റെ വലിയ ഇടപെടലുണ്ടാകട്ടെ. സാത്താൻ്റെ ശക്തികൾ, രോഗങ്ങൾ, ബന്ധനങ്ങൾ മുഴുവൻ ഞങ്ങളെ വിട്ടുപോകാൻ കർത്താവ് ഈ സമയത്ത് ഇടവരുത്തട്ടെ എന്ന് വെച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ വചനം കേൾക്കുക, വചനം സ്വീകരിക്കാനാണ് നാം തയ്യാറാണ്. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സംയോജിച്ചു. മാനസാന്തരപ്പെടാതെ ഒരിക്കലും ദൈവരാജ്യ അനുഭവം ഉണ്ടാകില്ല. അല്ലാതെ നമ്മൾ വേഷം കെട്ടിയാലോ നമുക്ക് ദൈവരാജ്യ അനുഭവം, രക്ഷാകരമായ അനുഭവം, സൗഖ്യമോ നമുക്ക് സ്വന്തമാക്കാൻ പറ്റില്ല. ലൂക്കാ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 43, 44, 45 വചനമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുക. നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അധരങ്ങൾ മനുഷ്യൻ്റെ, അതാണ് ഇവിടെ മനുഷ്യൻ്റെ വാക്കുകൾ കേട്ടിക്കഴിഞ്ഞാൽ അറിയാം, അവൻ്റെ ഹൃദയത്തിൻ്റെ സ്വഭാവം അറിയാവുന്ന പറയും. അവൻ്റെ ജീവിതം തന്നെ അറിയാൻ പറ്റും അവൻ്റെ വാക്കുകൾ കേട്ടാൽ. അവൻ്റെ ഹൃദയത്തിൽ എന്തെല്ലാം ഉണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവൻ്റെ വാക്കുകൾ കേട്ടാൽ മതി എന്ന് തിരുവചനം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും പുറപ്പെടുവിക്കുന്നു. പ്രഭാഷകൻ 19:29-30 ബാഹ്യഭാവം നോക്കിയാണ് മനുഷ്യനെ അറിയുന്നത്, മുത്തുമാനെ മുഖം കണ്ടാൽ അറിയാം. വേഷം, ചിരി, നടപ്പ് ഇവ മനുഷ്യൻ്റെ സത്വം വെളിപ്പെടുത്തുന്നു. ഓക്കെ, തിരുവനന്തപുരത്തിലേക്ക് വരിക. പക്ഷെ പറഞ്ഞു വന്നതാണ്, അതായത് നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങൾ. അപ്പം ചില സാഹചര്യങ്ങളാണ് നമ്മളെ അറിയാൻ പറ്റുക. ചില ആളുകളെ, ചില സമൂഹത്തെ, ചില ആളുകളെ നമ്മൾ അറിയാൻ പറ്റുന്നത് ചില സാഹചര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ പറയാണ്, നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല. നല്ല വൃക്ഷത്തിനൊരിക്കലും അത് ഏത് സാഹചര്യത്തിലും അത് നല്ല ഫലമേ പുറപ്പെടുവിക്കുള്ളൂ. അത് സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ അല്ലെങ്കിലും അത് നല്ല ഫലമേ പുറപ്പെടുവിക്കുള്ളൂ. ദൈവസ്നേഹം നിറഞ്ഞ റോമാലേഖനം 5:5 പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞൊരു ഹൃദയത്തിന് എവിടെയും അത് നല്ല ഫലമേ പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. സ്നേഹത്തിൻ്റെ ഫലമേ പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. വിശുദ്ധിയുടെ ഫലമേ പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. ചിലരുണ്ട് പക്ഷേ ഇവിടെ കണ്ടുമുട്ടുന്നത് നല്ല ഫലം ചീത്ത ഫലങ്ങൾ ഒരിക്കലും പുറപ്പെടുവിക്കുക അതിനാവില്ല, സാധ്യമല്ല. ചീത്ത ഫലം നല്ല ഫലങ്ങളും ചീത്ത വൃക്ഷം നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കത്തില്ല. ചീത്ത വൃക്ഷങ്ങൾ ചില നല്ലത് ചെയ്താലും അവസാനം അത് അപകടമായിട്ട് പോകും. ചീത്ത വൃക്ഷം ചീത്ത ഫലങ്ങളെ പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. അതേ പറ്റുള്ളൂ. ആദ്യമൊക്കെ അത് നല്ലതായിട്ട് നമുക്ക് തോന്നും. ഇപ്പോൾ ചിലരുണ്ട് നുണ പറയുന്ന ആളുകൾ, വക്രത പറയുന്ന ആളുകൾ, അഹങ്കാരം പറയുന്ന ആൾ, അശുദ്ധിയുടെ മേഖലയിൽ കഴിയുന്നവൾ, വ്യഭിചാര ദുർഭോഗത്തിൽ, അവിഹിത ബന്ധങ്ങൾ, മൊബൈൽ ഫോൺ അഡിക്ഷന്. അപ്പം അതങ്ങനെ അത് ചീത്ത വൃക്ഷമാണ്. അപ്പം അത് ചീത്ത ഫലങ്ങളാക്കി. അപ്പം അവരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ സംസാരങ്ങൾ, കുറ്റം പറച്ചില്ല, പരദൂഷണം, ഭിന്നത കൊടുക്കുക. അപ്പോൾ അത് ചീത്ത വൃക്ഷം ചീത്ത ഫലം പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഓർത്തേക്കരുത്, നല്ല വൃക്ഷത്തിൽ നിന്ന് ഒരിക്കലും ചീത്ത ഫലം ഉണ്ടാകില്ല, ചീത്ത വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം ഉണ്ടാകത്തില്ല. അപ്പോൾ അതാണ് ചില കുടുംബം, നല്ല കുടുംബത്തിൽ നിന്ന് നല്ല ഫലങ്ങൾ ഉണ്ടാകുകയുള്ളൂ. നല്ല മാതാപിതാക്കളിൽ നിന്ന് നല്ല മക്കളുണ്ടാകും. അവർ ദൈവത്തിന്, സഭയ്ക്ക്, സമൂഹത്തിന് അനുഗ്രഹപ്രദമായ മക്കളായിരിക്കും. നല്ല മാതാപിതാക്കൾ, നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല മക്കൾ, ദൈവഭയമുള്ള, ദൈവസ്നേഹമുള്ള മക്കളുണ്ടാകും. ചീത്ത വൃക്ഷത്തിൽ നിന്ന് ചീത്ത ഫലങ്ങൾ. അതൊന്നും മാതാപിതാക്കൾ കുടുംബമൊക്കെ നടത്തുമ്പോൾ അവിടെ നല്ല കുടുംബമായിരിക്കണം, നല്ല മാതാപിതാക്കളായിരിക്കണം, ദൈവിക കൃപകളാൽ നിറഞ്ഞവരായിരിക്കണം. പ്രത്യേകിച്ച് കുടുംബം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ചീത്ത വൃക്ഷങ്ങളാണെങ്കിൽ അവിടെ ചീത്ത ഫലങ്ങളെ ഉണ്ടാവുള്ളൂ. കുറ്റം പറച്ചിലും പരദൂഷണവും അധികാര കുറ്റം പറയലും മാതാപിതാക്കളെ പീഡിപ്പിക്കലും അബോർഷനുകളും ജടിക പാപങ്ങളും നിരാശയൊക്കെ നിറഞ്ഞ കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിലെ മക്കളും അതുപോലത്തെ ആയിത്തീരാൻ വേറെ സാധ്യതയുണ്ട്. അവിടെ വിശ്വാസത്തിന് തർക്കങ്ങൾ നടക്കുന്ന കുടുംബങ്ങൾ. ഏതാണ് സത്യം, ഏതാണ് അസത്യം? കത്തോലിക്ക വിശ്വാസത്തിനൊക്കെ ചേരാത്ത ജീവിതത്തിലുള്ള ജീവിതമാണ് ആ കുടുംബത്തിലെ അപ്പനമ്മയൊക്കെ നയിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മക്കളും അത് തന്നെ കാണിക്കും. അപ്പം ചീത്ത വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു, നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കുന്നു. ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ നിന്ന്, നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ഈ നന്മ വരണമെന്നുണ്ടെങ്കിൽ ഹൃദയം നല്ലതായിരിക്കണം. ഹൃദയം നല്ലതാണെങ്കിൽ മനസ്സ് ശുദ്ധമായിരിക്കണം. മനസ്സ് നല്ലതാണെങ്കിൽ അവിടെ നല്ലതേ വരുള്ളൂ. അല്ലെങ്കിൽ മനസ്സ് അശുദ്ധമാണെങ്കിൽ അത് അങ്ങനെയുള്ളവർ മനസ്സിൽ അഹങ്കാരം, വക്രത, ഒരു നിരാശ, വെറുപ്പ്, എതിർചിന്തകൾ ഇതൊക്കെയാണ് ഉള്ളിലുള്ളതെങ്കിൽ അത്തരത്തിലുള്ള ഫലങ്ങളെ ആ ഹൃദയത്തിലുള്ള പുറത്തു വരുള്ളൂ. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. അധരങ്ങൾ അപ്പോൾ ഒരുവൻ്റെ ഉള്ളിലുള്ളതാണ് അവൻ്റെ വായിലൂടെ പുറത്തോട്ട് വരുന്നത്.
ഒരുവൻ്റെ ഹൃദയത്തിലുള്ളതാണ് അവൻ്റെ അധരത്തിലുള്ള പുറത്തു വരുന്നത്. അല്ലാതെ അവനില്ലാത്തൊന്നും എനിക്കില്ലാത്തൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. എനിക്കുള്ളത് എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഉള്ളിൽ ദൈവവചനമാണ് എൻ്റെ ഉള്ളിലുള്ളെങ്കിൽ ആ ദൈവവചനം കൊടുത്തുകൊണ്ടിരിക്കുക. ആ വചനം സ്വീകരിക്കാൻ നല്ല നിലം, 4 തരത്തിലുള്ള നിലങ്ങൾ, നല്ല വിശുദ്ധമായ കൃപയുള്ള അനുഗ്രഹമുള്ള നല്ല നിലത്ത് മാത്രമേ അതിന് വേര് പിടിക്കാൻ പറ്റൂ. അതുകൊണ്ടൊക്കെ ലോക ചരിത്രത്തിൽ ദൈവവചനം എത്രയോ നൂറ്റാണ്ടുകൾ വന്നെങ്കിലും അതിന് വേര് പിടിപ്പിച്ച് ആ വചനം അതിൻ്റെ പൂർണ്ണതയിൽ ഫലം പുറപ്പെടുവിക്കാൻ പറ്റിയത് പരിശുദ്ധ അമ്മയിലാണ്. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താണ്? അമ്മയുടെ മനസ്സും ഹൃദയത്തിൻ്റെ പ്രത്യേകത. ലൂക്ക 1:47-48 അമ്മ അവർ പറയുന്നുണ്ട്, അമ്മ എളിമയുള്ളവളാണ്. ദൈവം തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. അമ്മ എളിമയുള്ള ഹൃദയമാണ്. അപ്പം അവിടെയാണ് വചനത്തിന് വേര് പിടിക്കാൻ പറ്റുള്ളൂ. അപ്പം വിശുദ്ധിയുള്ള അമ്മയാണ്, ഹോളിനെസ് ഉള്ള അമ്മയാണ്, ഹോളിയായ അമ്മയാണ്, പാപം ചെയ്യാത്തൊരു ഹൃദയമാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ പറയുമ്പോൾ ഇമാക്കുലേറ്റ് വേർഡ്സിനാണ്, ഇമാക്കുലേറ്റാണ് അവൾ, കളങ്കരഗതിയാണ്, അമലയാണ് അവൾ. അപ്പോൾ അവളിൽ ദൈവവചനത്തിന് വേര് പിടിക്കാൻ പറ്റും. ഇന്ന് പലരും ദൈവവചനം വേര് പിടിക്കാത്തതും ഫലം പുറപ്പെടുവിക്കാത്ത അവരുടെ മനസ്സ് നല്ലതല്ല, ഹൃദയം നല്ലതല്ല. അവിടെ പടയൊരുക്കങ്ങളാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനും മറ്റുള്ളവരെ നശിപ്പിക്കുവാനുള്ള, തിന്മ ചെയ്യാനുള്ള പടയൊരുക്കങ്ങൾ നടക്കുന്നൊരു ഹൃദയത്തിന് ഒരിക്കലും ദൈവത്തെ പ്രതിപ്പെടുത്താൻ പറ്റില്ലത്. അവർക്ക് വചനത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 16 പാപികളുടെ ഗണത്തിൽ ചേരരുത്, ശിക്ഷ വിദൂരത്തല്ലെന്ന് ഓർക്കുക, അത്യന്തം വിനീതനാകുക, എന്തെന്നാൽ അധർമ്മയ്ക്ക് അഗ്നിയും പുഴുവുമാണ് ശിക്ഷ. അത്യന്തം വിനീതനാകുക. ഇപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ആ കൃപ കിട്ടുന്നതിന് കാരണം അമ്മയിലെ എളിമയാണ്, അഹന്തയില്ല, ദാവിൻ്റെ നിയന്ത്രണം, നിശബ്ദത പാലിക്കുന്നൊരു അമ്മ. അമിതമായ സംസാരവും ഒക്കെ നടത്തുന്ന ഹൃദയങ്ങളൊക്കെ എന്തുകൊണ്ടാണ് അമിത സംസാരം? അവരുടെ ഉള്ളിൽ ഒരുപാട് തിന്മ നിൽക്കുന്നുണ്ട്. അപ്പോൾ തിന്മയെ നമ്മൾ പുറത്തു വരണം. അപ്പോൾ മനസ്സ് ശുദ്ധമാകും, ഹൃദയം ശുദ്ധമാകും. അവിടെ ശരിയല്ലെങ്കിൽ നമുക്കൊരിക്കലും ദൈവകൃപ സ്വന്തമാക്കുവാനായിട്ടോ പരിശുദ്ധാത്മാവിൽ നിറയുവാനായിട്ടോ ഒരിക്കലും നമുക്ക് സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും കാണാറുണ്ട് പല കുടുംബങ്ങളും വരുമ്പോൾ ആ കുടുംബത്തിലെ മാതാപിതാക്കൾ ഇപ്പോൾ മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, ലഹരികൾ, ധനമോഹം, പണത്തിന് വേണ്ടിയുള്ള വക്രതകൾ, ചതികൾ, ഇങ്ങനെയുള്ള നടത്തുന്ന കുടുംബങ്ങൾ, ആ വൃക്ഷമേ ശരിയല്ല. അപ്പം അതിൻ്റെ ഫലങ്ങളും ശരിയല്ല. ഫലങ്ങൾ ശരിയെന്ന് പോലെ നമുക്ക് തോന്നും. പക്ഷേ ഇച്ചിരി കഴിയുമ്പോൾ, ചിലപ്പോൾ ഒരു വിവാഹം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഇച്ചിരി പ്രായം കഴിയുമ്പോഴോ അല്ലെങ്കിൽ വേറെ സാഹചര്യങ്ങൾ ചിലപ്പോൾ കാണാൻ പറ്റും ഈ കുഞ്ഞുങ്ങളും വളരെ മോശമായ ജീവിതം അല്ലെങ്കിൽ പ്രത്യേക ജീവൻ നയിക്കുന്നത് കാണാൻ പറ്റും. കാരണം അവിടെ കാപട്യ, വഞ്ചന, ചതിയ, അതിൻ്റെ ഉള്ളു ശരിയല്ല. അപ്പം നമ്മുടെ ഹൃദയം നിർമ്മലമാകുക, പരിശുദ്ധ അമ്മയുടെ ഹൃദയം നിർമ്മലമായ ഹൃദയം. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോട് അതാണ് അമ്മ ഒരുങ്ങിയിരിക്കുകയായിരുന്നു. ദൈവവചനം സ്വീകരിക്കാൻ ഒരുക്കപ്പെട്ടൊരു ഹൃദയമാണ്. ലൂക്കാ സുവിശേഷം 1:28 വചനമുണ്ട്. ഇതാ കർത്താവിന് വചനമുണ്ട്, മാലാഹമെന്ന് പറയും, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ദൈവകൃപ നിറഞ്ഞു. ശരിക്കും അവളുടെ ഹൃദയത്തിൽ ദൈവകൃപയുണ്ടായിരുന്നു പറയും. അപ്പം പറ്റുന്നില്ല, എളിമയുള്ള ഹൃദയമാണ്. അപ്പം അതുകൊണ്ടാണ് ആ വചനത്തിന് അവിടെ വേര് പിടിക്കാനും 100 മേനി ഫലം പുറപ്പെടുവിക്കുവാനും സാധിച്ചത്. അപ്പം അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ നമ്മൾ പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഒരാൾ രക്ഷപ്പെടാതിരിക്കുന്നതോ അല്ലെങ്കിൽ ഒരാൾ വളരാതിരിക്കുന്നതോ, ഉയരുന്നു താഴുന്നു, അതിൻ്റെ പിന്നിൽ അവൻ്റെ മനസ്സിൻ്റെ സ്വഭാവം പോലെയാണ്, മനസ്സിൻ്റെ അവസ്ഥ പോലെയാണ്, മാനസിക അവസ്ഥ പോലെയാണ്, അവൻ്റെ ചിന്തകൾ, അവൻ്റെ സ്വഭാവ ദൂഷ്യങ്ങൾ നോക്കിയാൽ മതി. ചിലരുണ്ട് ഭയങ്കര കൊടുത്ത അസൂയയും വക്രതയും വഞ്ചനയും ചതിയും. അതുകൊണ്ട് ബുദ്ധിയൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സാണ് പ്രധാനപ്പെട്ടത്. മനുഷ്യന് ബുദ്ധി എന്തേലും ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സ് ശരിയല്ലെങ്കിൽ, അവൻ്റെ സ്വഭാവം ശരിയില്ലെങ്കിലും ആ ബുദ്ധി അവന് തന്നെ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയാറില്ലേ? വിനാശകാല വിപരീത ബുദ്ധി. ചിലർക്കുണ്ട് നാശത്തിൻ്റെ കാലത്ത് അവൻ ചെയ്യുന്നതെല്ലാം തലതിരിഞ്ഞ് തന്നെ ഇരിക്കും, ചെയ്യുന്ന എല്ലാ തീരുമാനങ്ങളും തലതിരിഞ്ഞ് തന്നെ ഇരിക്കും. കാരണം അവൻ്റെ ഉള്ളു കറക്റ്റല്ല, ഹൃദയം കറക്റ്റല്ല, ആത്മാവിൻ്റെ ഹൃദയം. അപ്പം അതുകൊണ്ട് വളരെയധികം മാനസാന്തരത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ വരണം. വീണ്ടും ലൂക്കാ സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 14 വരെ പരിസേനും ചുങ്കക്കാരൻ. അപ്പം ചുങ്കക്കാരന് ദൈവകൃപ കിട്ടാൻ കാരണം അവൻ്റെ മനസ്സ് നല്ലതായതുകൊണ്ട്, മനസ്സിൻ്റെ സ്വഭാവം നല്ലതായതുകൊണ്ട്. അപ്പം അവന് പാപിയാണെങ്കിലും അവന് എളിമയുണ്ട്. അവന് എളിമയുള്ള ഹൃദയമായതുകൊണ്ട് ദൈവാത്മാവിന് അവിടെ ഇറങ്ങി പ്രവർത്തിക്കേണ്ട പറ്റും, അല്ലാതെ വേറെ വഴിയില്ല. ശല്യമുണ്ട്. അപ്പോൾ അത് വലിയ അത്ഭുതമാണത്. ഇവിടെ വീണ്ടും കാണാൻ പറ്റും. അതേസമയം വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്ന ഫരിസേയൻ, അവൻ്റെ ഹൃദയം നല്ലതല്ല, അവൻ്റെ വാക്കുകൾ അറിയാൻ പറ്റും. അവൻ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അവൻ്റെ സ്വഭാവത്തിൽ അവൻ പറയുന്നുണ്ട്, മറ്റുള്ള താരതമ്യം മറ്റുള്ള ചെറുതാക്കുന്ന ചുങ്കക്കാരനെ ചെറുതാക്കിക്കൊണ്ട് സംസാരിക്കുന്നത് എന്തെന്ന്, ഞാൻ അക്രമിയും നീതിരഹിതനും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെ ഈ ചുങ്കക്കാരനെ പോലെ അല്ല ഞാൻ.
കണ്ടോ, അവൻ്റെ ഹൃദയം കാണുക. അപ്പോൾ ആ ഹൃദയമാണ് ദൈവം എപ്പോഴും പരിശോധിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയമാണ്. ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും അനുഗ്രഹം പ്രാപിക്കാനൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ സ്വഭാവത്തെ നമ്മൾ വളരെയധികം ഗൗരവമായിട്ട് ചിന്തിക്കണം. നമ്മൾ ഓരോ സെക്കൻഡ് നമ്മുടെ മനസ്സെങ്ങനെയാണ് പോകുന്നത്, നമ്മുടെ ഹൃദയം എങ്ങനെയാണ് പോകുന്നത്, നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് പോകുന്നത്, അപ്പോൾ നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം നമ്മൾ. അപ്പോൾ അങ്ങനെ നമ്മൾ മാനസാന്തരപ്പെട്ട് നമ്മൾ കർത്താവിലേക്ക് നമ്മൾ അടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലും സൗഖ്യവും ഒക്കെ സംഭവിക്കുന്നത്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വരുന്ന പക്ഷേ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് നന്ദി പറയുന്നു. മഹത്വം കർത്താവേ, ആരാധന കർത്താവേ. വചനം കേട്ടുകൊണ്ടിരിക്കുക തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ നൂറുമേനി ഫലം ഉണ്ടാകണമേ. ബന്ധനങ്ങളും കെട്ടുകളെല്ലാം അടിച്ചു മാറ്റണമേ. അസ്വസ്ഥകൾ, പൈശാചിക പീഡകൾ എല്ലാം ദൂരെ പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ മഹത്വമേറിയ സാന്നിധ്യത്തിൻ്റെ ശക്തിയാൽ ഓരോ വ്യക്തിയിലുള്ള അന്ധകാരം വിട്ടു ഹൃദയം നിർമ്മലമായി തീരട്ടെ. ആണ് മാനസാന്തരപ്പെടുക. ഈ മാനസാന്തരം ഉണ്ടാകും. അതാണ് മാനസാന്തരം. പരിശുദ്ധ അമ്മ പഠിക്കുന്നതാണ്. ദൈവവചനമൊക്കെ അതാണ്. അഭിഷേകമുള്ള ആളായെത്തി തീരാൻ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആരുടെയും അടുത്ത് പോയിട്ട് കൈ പ്രാർത്ഥന പഠിച്ചാൽ കാര്യമില്ല. നമ്മുടെ ഹൃദയ ശുദ്ധമാണ്. നമുക്കറിയാം 3 വർഷം കർത്താവിൻ്റെ കൂടെ യൂദാസ് കഴിയുന്നുണ്ടെങ്കിലും അവസാനം അവന് ഈശോ ഒറ്റക്കൊടുക്കുന്ന സംഭവമാണ്. അങ്ങനെ ഒറ്റക്കെടുക്കാനെ പറ്റും. അവൻ്റെ ഹൃദയം ശരിയല്ല, അവൻ്റെ മനസ്സ് ശരിയല്ല. അവന് ഇടയിൽ അതായത് ഈശോയുടെ ശത്രുക്കളായ അത് പരിസയരോട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോട് നിയമജനോടൊക്കെ അവൻ ഐക്യം കൂട്ടിക്കൊണ്ട് ഈശോയുടെ ശത്രുക്കളോട്ടൊക്കെ നല്ല ബന്ധം സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. കാരണം അവൻ്റെ ഉള്ളിലൊരു പടയൊരുക്കമുണ്ട്, ഒരു ശത്രുതാ മനോഭാവം എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അവൻ്റെ ഉള്ളിലൊരു അവൻ 2 ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഈശോയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്, അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, 2 ഇടത്ത് നിൽക്കുന്നുണ്ട്. അവൻ വെറുതെ കാണിക്കുക. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവന് വഴിയരികിൽ വീണൊരു വിത്ത്, ഒരു വചനം പോലും സ്വീകരിച്ചിട്ടില്ല. അവന് വഴിയരികിൽ ഈശോ ദൂരെ വചനം കൊടുത്തു, പക്ഷേ ഒന്നും കേൾക്കാത്ത വഴിയരികിൽ കിടക്കുന്ന ഒരു വിത്താണത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഫലം അതിനൊരിക്കലും അത് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അത്തരം ആത്മാക്കളാണ് രക്ഷപ്പെടാതെ പോകുന്നത്. ദൈവവചനങ്ങൾ കേട്ടാലും രക്ഷപ്പെടുകയില്ലാത്ത. കാരണം അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അവൻ പണത്തിനെ കുറിച്ചാണ്, 30 വെള്ളി നാണയമാണ് അവൻ്റെ ദൈവം. അപ്പോൾ അതിനെക്കുറിച്ച് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ രാത്രി 30 വെള്ളി നാണയം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവൻ്റെ ഗുരുവിനെ ഒറ്റക്കൊടുക്കാനായിട്ട് അവൻ പോകുന്നത്. 30 വെള്ളി നാണയം, എന്തൊരു ലാഭമുണ്ട്, അതൊരു ലാഭം പ്രതീക്ഷ, ഇതൊരു ലാഭമുണ്ട്. കാരണം അവൻ്റെ ചിന്ത ഇപ്പം ലാഭേച്ഛത ഇടുന്നവനാണ്. അപ്പം ഇത്തരം ഹൃദയങ്ങൾ, ചിന്തകൾ ലോകത്തുണ്ട്. അപ്പോൾ അവർക്കൊരിക്കലും ദൈവാത്മാവിനെ അനുഭവിക്കാനോ രക്ഷപ്പെടാനോ പറ്റില്ല. അവർക്ക് കർത്താവിന് വചനം അടുത്തു വന്നാലും ദൈവരാജ്യത്തിൻ്റെ രക്ഷ അടുത്തു വന്നാലും അവരുടെ ഹൃദയത്തിൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് അവിടെ വക്രത, വഞ്ചന. പക്ഷേ ഇവരെല്ലാം നമ്മുടെ അടുത്ത് വളരെ നല്ല പെരുമാറ്റമാണ്, നല്ല സ്നേഹം, നല്ല ബഹുമാനം, നല്ല കൈകൂടുന്നു എല്ലാം ഉണ്ട്. പക്ഷേ ഉള്ളിൽ പടയൊരുക്ക്, കാപട്യമുണ്ട്, വക്രതയുണ്ട്. അപ്പനോട് വെറുപ്പ്, അമ്മയോട് വെറുപ്പ്, സഹോദരൻ വെറുപ്പ്, ഭാര്യയോട് വെറുപ്പ്, ഭർത്താവിനോട് വെറുപ്പ്, ഏതോ കാര്യത്തിൽ അവളെ തൊപ്പിക്കണം, അവനെ തൊപ്പിക്കണം, ഇവനെ തൊപ്പിക്കണം. ഇതിങ്ങനെ ചിന്തിച്ചിങ്ങനെ 4 മണിക്കൂർ. അതാണ് ആ ദുഷിച്ച മനസാക്ഷിയാണ്. ഇത്തരം മനസാക്ഷിയിലേക്ക് ദൈവവചനത്തിന് പ്രവേശിക്കാനോ വേര് പിടിക്കാനോ ഫലം പഠിപ്പിക്കാനോ അല്ല, അവനെ പോലും രക്ഷിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സ് നന്നാകണം. മനസ്സ് നന്നാകാതെ ഒരിക്കലും നമുക്ക് ദൈവാത്മാവിൽ നിറയാനായിട്ടോ ദൈവാത്മാവിൽ മുന്നോട്ട് പോകാനോ പറ്റുകയില്ല. റോമാലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 32 വരെയുള്ള ദൈവത്തെ അംഗീകരിക്കുന്ന പോരായ്മയായി അവർ കരുതിയ നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവർത്തികളും ദൈവരെ വിട്ടുകൊടുത്തു. അവർ എല്ലാ തരത്തിലുമുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കൾ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരുമായി തീരുന്നു. ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന് ദൈവകൽപ്പന അറിഞ്ഞിരുന്നിട്ടും അവർ അവ ചെയ്യുന്നു. മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. 2 കരങ്ങൾ ഉയർത്തുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന, സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് നന്ദി പറയുന്നു. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന. അപ്പോൾ ഇത് ഹൃദയത്തിൻ്റെ അനുഭവം. അപ്പോൾ ഹൃദയത്തിൻ്റെ ആഴമേറിയ വ്യക്തതയുള്ള മാനസാന്തരം നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ അതുകൊണ്ട് മനസ്സ് അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും ആ വചനത്തേക്ക് അച്ഛൻ തിരിച്ചു പോകുക. നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ ഒരിക്കലും പുറപ്പെടുവിക്കുന്നില്ല. ചീത്ത വൃക്ഷങ്ങൾ നല്ല ഫലം പുറപ്പെടും. ചീത്ത വൃക്ഷങ്ങൾ നന്മ കൊടുക്കാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ ആ വൃക്ഷം കരിഞ്ഞു പോകും. അവരുടെ കൂടെ അതെല്ലാം തരിപ്പണമായിട്ട് പോകുന്നു. അവരുടെ കൂടെ നിൽക്കുന്നവരും തകർന്നു പോകുന്ന കുറച്ച് ചീത്ത വൃക്ഷം ചീത്തയാണ്, വൃക്ഷം ശരിയല്ല. പ്രൈസ് ദി ലോർഡ്. വീണ്ടും അതിനും പറയുന്നുണ്ട്, ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. നമ്മൾ ഫലം നോക്കിയാണ് ഒരാളെ നമ്മൾ അവൻ്റെ ഫലം നോക്കിയാണ് നന്മയുടെ, കൃപയുടെ, സ്നേഹത്തിൻ്റെ, സഹോദരത്തിൻ്റെ, സഹനശക്തിയുടെ, പ്രാർത്ഥനയുടെ, ദൈവസ്നേഹത്തിൻ്റെ, സഹോദര സ്നേഹത്തിൻ്റെ, ആ ഒരു ഐക്യത്തിൻ്റെ, നിശബ്ദതയുടെ ഫലങ്ങൾ ഉണ്ടാകുന്നുണ്ടോ നമ്മൾ നോക്കുക. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ നിന്ന് നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ല നിക്ഷേപമാണ്. അപ്പോൾ നന്മയുടെ നിക്ഷേപം ഹൃദയത്തിൽ. അതുകൊണ്ടാണ് സങ്കീർത്തനം 119:11 അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ
അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയം സൂക്ഷിക്കും. അപ്പോൾ ദൈവവചനം ഹൃദയം സൂക്ഷിക്കുകയാണ്. കാരണം പാപം ചെയ്യാതിരിക്കാൻ, അപ്പോൾ പാപം ചെയ്യാൻ എനിക്ക് പാപത്തെ ജീവിക്കരുന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് അവനൊന്നും വചനം പഠിക്കുന്നത്. പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി അവൻ്റെ ഹൃദയത്തിൽ വചനം സൂക്ഷിക്കുന്നു, വചനം ധ്യാനിക്കുന്നു, വചനത്തിൽ ജീവിക്കുന്നു, വചനം ഏറ്റുപറയുന്നു, വചനത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ദൈവവചനം ഹൃദയത്തിൽ നിറച്ചു വെച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ ഫലമുള്ളൂ. അപ്പോൾ അത് ഹൃദയം തുറന്നു കൊടുക്കുക, കർത്താവിനായിട്ട് വചനം വെച്ച് കൊടുക്കാനായിട്ട്, കർത്താവിനായിട്ട് നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കാനായിട്ട് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് തയ്യാറാകണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അപകടങ്ങൾ, അനർത്ഥങ്ങളുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം 4:1-2 വചനം. സ്വർണ്ണമെങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലിലേക്ക് ചിതറിക്കിടക്കുന്നു. സിയോൻ്റെ അമൂല്യരായ മക്കൾ തങ്ങൾ തൂക്കത്തിനൊപ്പം തങ്കത്തിൻ്റെ വിലയുള്ളവർ കുശവൻ്റെ കരവേലയായ മൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടത് എങ്ങനെ? പ്രൈസ് ദി ലോർഡ്. സിയോൻ്റെ അമൂല്യരായ മക്കൾ തങ്ങൾ തൂക്കത്തിനൊപ്പം തങ്കത്തിൻ്റെ വിലയുള്ളവർ കുശവൻ്റെ കരവേലയായ മൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടത് എങ്ങനെ? 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. കർത്താവിനെ വീണ്ടും നമ്മൾ സ്തുതിക്കുകയാണ്. അപ്പോൾ ഇവിടെ സ്വർണ്ണം മങ്ങിപ്പോകുന്നതിൻ്റെ കാരണം മറ്റൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. സ്വർണ്ണം മങ്ങിപ്പോകുന്നതിൻ്റെ കാരണം ആ ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. കാരണം നമുക്കറിയാം, ചന്ദ്രൻ പ്രകാശിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നതിൻ്റെ കാരണം ആ ചന്ദ്രന് സൂര്യൻ്റെ പ്രകാശം അടിക്കുന്നുണ്ട്. സൂര്യപ്രകാശത്തിലാണ് കാണുന്നത്. സൂര്യപ്രകാശമാണ് അതിൻ്റെ പ്രകാശത്തിൻ്റെ കാരണം, അല്ലാതെ അതിന് സ്വയമേവ ഒന്നുമില്ല. ശരിക്കും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ പ്രകാശത്തിലെ നമുക്കൊരു പ്രകാശമുണ്ട്. തമ്പുരാനോടും ദൈവവചനത്തോടും സഭയോടും കുർബാനയോടൊക്കെ ചേർന്നിരിക്കുമ്പോഴൊക്കെ നമുക്ക് പ്രകാശമുള്ളൂ. അതുമായിട്ടുള്ള ബന്ധം നമ്മൾ വിച്ഛേദിച്ച് കളയുമ്പോൾ ആ നിമിഷം നമ്മൾക്ക് ഇരുട്ട് കയറുകയാണ്, നമ്മൾക്ക് അന്ധകാരം കയറുകയാണ്. ചിലപ്പോൾ നമ്മൾ നക്ഷത്രം കണ്ടിട്ടില്ല, അതിൻ്റെ പകുതി ഭാഗം അത് ഇരുണ്ടിരിക്കുന്ന കാണാൻ പറ്റും. കാരണം അത് സൂര്യൻ്റെ എതിർദിശയിൽ പോകുന്ന സംഭവത്താണ്. അപ്പോൾ അതിൻ്റെ ചിലപ്പോൾ ഇച്ചിരി ഭാഗമാണ്. കാരണം സൂര്യനോടുള്ള ബന്ധമുള്ള ഭാഗം, സൂര്യനുമായിട്ട് ബന്ധമുള്ള സണ്ണുമായിട്ട് അങ്ങനെ ബന്ധമുള്ള ഭാഗത്ത് മാത്രമേ പ്രകാശം കൊടുക്കാം, പ്രകാശം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ആ ശരിക്കും വലിയ ജീവിതത്തിൽ നമ്മൾ പഠിപ്പിക്കാമെന്ന്. സൂര്യനും ചന്ദ്രനെ പഠിക്കുമ്പോൾ സൂര്യപ്രകാശത്തിലാണ് ചന്ദ്രന് പ്രകാശമുള്ളത്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്ന പോലും അത് അവൻ്റെ പ്രകാശമൊന്നുമല്ല, ഇത് സൂര്യൻ്റെ പ്രകാശമാണ് ചന്ദ്രനിലൂടെ ലോകത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കും. ലോകത്തിന് കിട്ടുന്നു, സമൂഹത്തിന് ആൾ കിട്ടുന്നതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ചന്ദ്രൻ്റെ പ്രകാശം ശരിക്കും നമുക്ക് ചില സമയത്ത് എന്തോ പൂർണ്ണചന്ദ്രൻ ഉദിച്ചിരിക്കുമ്പോൾ നമുക്കൊരു സൂര്യൻ ഉദിച്ച പോലത്തെ അനുഭവം ചില സമയത്തുണ്ടാകും. കാരണം വെച്ചാൽ അത് മുഴുവൻ അതിൻ്റെ ഫുൾ ബോഡി സൂര്യപ്രകാശത്തിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ പോകുന്ന വഴികളിൽ നമുക്ക് പ്രകാശമുണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും വിടുതലും സൗഖ്യമൊക്കെ സംഭവിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വലിയ മാനസാന്തരം ഉണ്ടാകാൻ ആഗ്രഹിക്കും, നമ്മുടെ ജീവിതത്തിൽ വലിയ ചേഞ്ച് ഉണ്ടാകാൻ ആഗ്രഹിക്കും. ആ കർത്താവിൻ്റെ പ്രകാശം ഈശോ പറയുന്നുണ്ടല്ലോ, യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 8:12, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗ്രഹിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. അപ്പോൾ ഈശോയാണ് പ്രകാശം, ഈശോ മാത്രമാണ് പ്രകാശം, വേറെ ആരും പ്രകാശങ്ങളല്ല. ഒരൊറ്റ പ്രകാശമുള്ളൂ, ഈശോയാകുന്ന പ്രകാശം. ആ പ്രകാശത്തിൽ നിന്ന് ഞാൻ സ്വീകരിക്കുന്നു, അതാണ് ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. ആ പ്രകാശവുമായിട്ടുള്ള ബന്ധം കുറയുമ്പോൾ നമുക്ക് അപകടമുണ്ടാകും. മദർ തെരേസയുടെയൊക്കെ ജീവചരിത്രം പഠിക്കുമ്പോൾ മദർ തെരേസ എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂർ നേരം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പറഞ്ഞു. കാരണം ആ ഒരു പ്രകാശമാണ് ഈശോയുടെ സഹനശക്തി, ഈശോയുടെ സ്നേഹം, ഈശോയുടെ കരുണ, ഈശോയ്ക്ക് പാവങ്ങളോടുള്ള അനുകമ്പ, അതെല്ലാം ആ ഒരു പ്രകാശം ഈ മദർ തെരേസയിലേക്ക് വരികയാണ്. അപ്പം അതിൻ്റെ ഫലമാണ് ഇവള് പോയിട്ട് ഈ വിശുദ്ധ പോയി ഈ പുണ്യമതി ചെന്നിട്ട് പാവങ്ങളെ ശുശ്രൂഷിക്കാൻ, വേദനിപ്പിക്കുന്നവരെ ശുശ്രൂഷിക്കാൻ, പീഡിപ്പിക്കുന്നവരെ ശുശ്രൂഷിക്കാൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കാൻ ഒക്കെ സാധിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമില്ല. അവൾ ജീവിക്കുന്നത്, അവൾ നടക്കുന്നത്, അതായത് നീതിസൂര്യനായ കർത്താവിൻ്റെ പ്രകാശത്തിലാണ് വ്യാപരിക്കുന്നത്. കർത്താവിൻ്റെ അല്ലാതെ കാണുന്നത് വേറെ ആരുടെ പ്രകാശത്തിലല്ല വ്യാപരിക്കുന്നത്, വേറെ ആരെയല്ല മോഡലാക്കുന്നത്. നമ്മളൊക്കെ ആത്മീയ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിലൊക്കെ പോകുമ്പോൾ കർത്താവാണ് നമ്മുടെ മോഡൽ, അവനാണ് പ്രകാശം. ആ പ്രകാശത്തിൻ്റെ വഴിയിലൂടെ ഞാനും നിങ്ങൾ നടക്കേണ്ടത്. അങ്ങനെ നടക്കുമ്പോൾ ഒരിക്കലും ഒരന്ധകാരത്തിനും എന്നെ എന്തെങ്കിലും ആക്രമിക്കാനും നശിപ്പിക്കാനും സാധ്യതയില്ല. അപ്പോൾ ആ ഒരു പ്രകാശത്തിലേക്ക് നമ്മൾ വരാനായിട്ട് നമ്മൾ തയ്യാറാകണം. വളരെ താല്പര്യപൂർവ്വം നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ദൈവിക ഇടപെടലുകൾ, ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകാൻ പോകുന്നത്. ആണ് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ മങ്ങിപ്പോകാതിരിക്കണം. സ്വർണ്ണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിനെങ്ങനെ വേറൊന്നുമില്ല. അത് ഒന്ന് നമുക്ക് സ്വർണ്ണവും ഇതൊക്കെ മങ്ങിപ്പോകുന്നു, അത് പാപം വരുന്നുണ്ടോ, തിന്മ വരും, അതിന് ക്ലാവടിച്ചു പോകുന്നു, അപ്പം നിറമാറ്റം ഉണ്ടാകുന്നു. അത് ഇരിക്കാൻ പാടില്ലാത്ത ക്ലൈമറ്റിൽ പോയി ഇരിക്കുമ്പോഴാണ് അതിൻ്റെ പ്രകാശരശ്മി ഇല്ലാതായി തീരുക, പ്രകാശം നഷ്ടപ്പെട്ടു പോവുക. പണ്ട് ഈ ധ്യാനത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ ആ കർത്താവിലേക്ക് തിരിച്ചു വരിക, വലിയ മാനസാന്തരത്തിനായിട്ട് ആഗ്രഹിക്കുക, ശ്രമിക്കുക, പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ അതിശക്തമായ പ്രവർത്തനം, ദൈവത്തിൻ്റെ അതിശക്തമായ കൃപ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കാൻ ഇടയാകട്ടെ എന്ന് വെച്ച് പ്രാർത്ഥിക്കുന്നു. അന്ധകാരം മാറട്ടെ,
പ്രകാശമുണ്ടാകട്ടെ. അന്ധകാരത്തിൻ്റെ സന്തതികളല്ല നമ്മൾ പ്രകാശത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളായിട്ട് എന്നും നമുക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു വലിയൊരു ശ്രമം, വലിയൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. പലപ്പോഴും നമുക്കറിയാം ഈ ഒരു ബന്ധനം നമ്മളിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ദൈവകൃപ നഷ്ടപ്പെട്ടു. ഗലാത്യ ലേഖനം 4:19, എൻ്റെ കുഞ്ഞുമക്കളെ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുന്നവ അനുഭവിക്കുന്നു. എൻ്റെ കുഞ്ഞുമക്കളെ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുന്നവൻ. ക്രിസ്തു രൂപപ്പെടുക, എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ ഈശോ രൂപപ്പെടാൻ തക്കവണ്ണമുള്ള ഒരു വലിയൊരു മാനസാന്തരം, വലിയ ചേഞ്ച്, വലിയൊരു വ്യത്യാസം നമുക്കുണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുക. ഈശോ രൂപപ്പെടാത്തതാണ് എൻ്റെ പ്രശ്നം. അതുകൊണ്ട് വചനം നേരത്തിന് അവൻ ഹൃദയം നമ്മൾ ഇളക്കിയിട്ടില്ല. ദൈവത്തിൻ്റെ ഹൃദയം നമ്മൾ ചില സ്വാർത്ഥതകളും വക്രചിന്തകളും യുക്തിചിന്തകളും നെഗറ്റീവ് തോട്ട്സുകളുമായിട്ട് നമ്മൾ നീങ്ങുന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും സ്വന്തമാക്കാനും അനുഭവിക്കാനും നമുക്ക് സാധിക്കാത്തത്. വീണ്ടും വചനം ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7 മുതൽ വചനമുണ്ട്. നിങ്ങൾ നന്നായി മുന്നേറിക്കൊണ്ടിരുന്നു, സത്യത്തെ അനുകരിക്കുന്ന നിങ്ങളെ തടഞ്ഞത് ആരാണ്? ഈ പ്രേരണ ഉണ്ടായത് അതായത് നിങ്ങളെ വിളിച്ചൊന്നല്ല, അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നു. എൻ്റെ വീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി യാതൊന്നും നിങ്ങൾ ചിന്തിക്കുകയില്ലെന്ന് കർത്താവിൽ എനിക്ക് നിങ്ങളെക്കുറിച്ച് ഉത്തമ ബോധ്യമുണ്ട്. നിങ്ങൾ അസ്വസ്ഥത ഉണ്ടാക്കുന്നവൻ ആര് തന്നെയായാലും അവന് ശിക്ഷ ലഭിക്കും. എന്നാൽ സഹോദരരെ, ഞാൻ ഇനിയും പരിച്ഛേദനത്തിന് അനുകൂലമായി പ്രസംഗിക്കുന്നെങ്കിൽ എന്തിനാണ് ഞാൻ എപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നത്? അങ്ങനെ ഞാൻ പ്രസംഗിച്ചിരുന്നെങ്കിൽ കുരിശിൻ്റെ പേരിലുള്ള ഇടർച്ച ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങളെ അസ്വസ്ഥരാക്കുന്നവർ പൂർണ്ണമായും അംഗവിച്ഛേദനം ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ പറഞ്ഞത് നിങ്ങൾ അവിടെ വീണ്ടും പൗലോസ് പറയുക, അല്പം പുളിപ്പ് മുഴുവൻ മാവിനെ പുളിപ്പിക്കുന്നു. ആണ് ചില കുടുംബത്തിൽ ചില ആളുകൾ, ചില വ്യക്തികൾ അവിടെ പുളിപ്പ്, അവരുടെ പാപം അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും പകർത്തിട്ട് പോകുന്നത് കാണാൻ പറ്റും. സാത്താൻ്റെ ശക്തികൾ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. അന്ധകാരം പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് വലിയൊരു മാനസാന്തരം, വലിയ ചേഞ്ച് നമ്മൾ ഉണ്ടാകണം. ദൈവകാര്യങ്ങളിൽ ജീവിതം മുഴുവൻ വിട്ടുകൊടുത്തുകൊണ്ടും കർത്താവിൻ്റെ കാര്യങ്ങളിൽ ജീവിതം വിട്ടുകൊടുത്തുകൊണ്ടുള്ള യാത്ര ഉണ്ടാകട്ടെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ല വൃക്ഷം നല്ല ഫലം, ചിത്തവൃക്ഷം ചിത്തഫലം. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുന്നത്. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് വരുന്ന അധരങ്ങളുടെ സ്വരം, അധരങ്ങൾ കേൾക്കുമ്പോൾ പറയാം ഹൃദയം അറിയാൻ പറ്റും. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം അധരങ്ങൾ മുഴുവൻ നമുക്ക് പറയുന്ന എല്ലാം കേൾക്ക് കുറേ അടുത്ത ഇടപെട്ട് പല ജീവിതങ്ങളോടും പല ആളുകളോടും കുറേ അടുത്ത് ഇടപെട്ട് കഴിയുമ്പോൾ അവരുടെ യഥാർത്ഥത്തിലുള്ള മനസ്സിലുള്ളത് എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ കണ്ടുമുട്ടുക ആണ് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാനസാന്തരം ഉണ്ടാകട്ടെ. ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് ഇറങ്ങട്ടെ. ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിച്ച് നമുക്ക് വലിയൊരു മാനസാന്തരം ഉണ്ടാകട്ടെ. അങ്ങനെ നമുക്ക് നല്ല വൃക്ഷവും നല്ല ഫലങ്ങളും കൊടുക്കുന്ന കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മക്കളായിട്ട് നമുക്ക് രൂപാന്തരപ്പെടാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. കൃപയല്ലാതൊന്നുമല്ല എൻ്റെ വീണ്ടെടുപ്പിൻ കാരണം, കൃപയാലാണൻ ജീവിതം, അതെന്നാനന്ദം അതിമധുരം. ബലഹീനതയിൽ തികയും ദൈവശക്തിയൻ ആശ്രയമേ. ബലഹീനതയിൽ ദിനവും യേശുവേ ഞാൻ പ്രശംസിച്ചിടും. ജയം ജയം യേശുവിന്, എല്ലാവരും ജയം ജയം കർത്താവിന്, ജയം ജയം രക്ഷകന്. ഹല്ലേലൂയ ജയമെന്നുമേ, ജയം ജയം രക്ഷകന്. ഹല്ലേലൂയ ജയമെന്നുമേ. സ്തുതിക്കുന്ന ആരാധന ആരാധന ആരാധന. അഭിഷേകം കൊടുക്കുന്നു, ആശീർവാദമേ. കർത്താവ് ആശീർവദിക്കുന്നു. എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ, എല്ലാ മക്കളെ അനുഗ്രഹിക്കട്ടെ. ഈ ധ്യാനത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേലെ കൃപയോട്ടെ. കൃപയ്ക്ക് മേൽ കൃപ, കൃപയ്ക്ക് മേൽ കൃപ. ഹല്ലേലൂയ.